നമ്മളതിന് ഇങ്ങനെ വെള്ളം അടിച്ചു കൊടുക്കും അല്ലേ? ഇതിപ്പം ഇച്ചിരി ഉണക്കായോണ്ടേ, ഉണക്കാണ് ഇതിന് ഏറ്റവും നല്ലത്. നമ്മളൊരു ചെറിയ മൂടൊന്ന് നനച്ചു കൊടുക്കും ചൂട്. അതതിനൊരു നല്ലതാ. എല്ലാ ദിവസവും ഇതിന് വെള്ളം വേണം. എപ്പോഴൊക്കെയാണ് വെള്ളം ഒഴിക്കാറുള്ളത്? വൈകിട്ട് മാത്രമേ ഉള്ളൂ. വൈകിട്ട് ഒരു ചെറിയ ഡോസ് കൊടുക്കണം. ചെറിയ ഡോസ്. അതൊരു ഭംഗിയില്ലാണ് ഇങ്ങനെ വെള്ളം വീഴുന്നത്. നമസ്കാരം, 20 വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ദേവാലയം എന്ന് അറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ കൃഷിയെക്കുറിച്ച് ഉള്ള വീഡിയോകൾ ചെയ്തിട്ടുള്ള പൊടികാട്ടുവിള അരുൺലാലിന്റെ പൂന്തോട്ടത്തിലാണ്. ഇതിന്റെ വിശേഷങ്ങളാണെന്ന് പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത്. നമുക്ക് ആ വിശേഷം ഒന്ന് കാണാം. അരുൺലാലേ, വീടിന്റെ ഫ്രണ്ട് മൊത്തം ഇപ്പൊ ഒരു മഞ്ഞ പൂക്കളം കൊണ്ട് തീർത്തിരിക്കുകയാണല്ലേ? നമുക്കൊരു വീടിന്റെ നല്ല വഴി ഉണ്ടായിരുന്നു, കുറച്ച് നീളത്തി. അപ്പോൾ ഈ വട്ടം നമുക്ക് കുറച്ച് അധികം കൃഷിഭവനിൽ നിന്ന് ഈ ചെണ്ടുമല്ലിയുടെ തൈകൾ കിട്ടി. 10-200 തൈ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതിന്റെ 2 സൈഡും അങ്ങ് വെക്കാന്ന്. അങ്ങനെ വെച്ചപ്പോ നമ്മള് ഒരു സാധാ രീതി ഒരു അത്തമൊക്കെ ഇടാൻ വേണ്ടി വെച്ചതാ. പക്ഷെ സംഭവം ഇതിപ്പം വീടിന്റെ ഫ്രണ്ടിൽ മൊത്തം ഒരു പൂക്കളമായി. എന്ന് വെച്ചാൽ അതിന്റെ ഇല കാണാനില്ലാത്ത രീതിയിൽ അങ്ങ് പിടിക്കുക. അത്രയ്ക്ക് ഫസ്റ്റ് ക്വാളിറ്റി തൈയായിരുന്നു തന്നേക്കുന്നത്. നമുക്ക് എവിടുന്ന, ഏത് കൃഷിഭൂമി? ഇത് നമ്മുടെ ഇടമുളയ്ക്കൽ കൃഷിഭവന്റെ പുഷ്പകൃഷിക്ക് വേണ്ടി അവരൊരു ട്രേ എനിക്ക് അന്ന് കുറെ പേർക്ക് ഓരോ സംഭവങ്ങൾ കൊടുത്ത്. എനിക്ക് കിട്ടിയത് ഇതാ. ഞാൻ അതിവിടെ കൊണ്ടുവന്ന് നട്ട്, പിന്നെ കുറച്ച് വളമൊക്കെ കലക്കിയൊക്കെ ഒഴിച്ച്, പിന്നെ മണ്ണിട്ട് കൊടുത്ത്, പിന്നെ ഇതിനെ താങ്ങ് വെച്ച് ഇങ്ങനെ കെട്ടിയാൻ വേണം, അല്ലെങ്കിൽ ഇത് പൂവിന്റെ വെയിറ്റ് കൊണ്ടേ മറിയും. പക്ഷേ ഇനി അടുത്ത കൊല്ലം ഞാൻ ഇത് അടിപൊളി ആക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി നമുക്കൊരു ധാരണയില്ലായിരുന്നു. ഇപ്പൊ ധാരണയൊക്കെ നമ്മൾ ഈ ഒരു പാടം മൊത്തം ഇനി ചെയ്യാൻ പോകണം. ഇതിന് വിലക്ക് വേണ്ടിയൊന്നുമല്ല, പക്ഷെ ഭംഗി അപാരോ. നമുക്കിത് ചെയ്തിട്ട് ഫോട്ടോഷൂട്ടിനെല്ലാം കൊടുക്കും. ഫോട്ടോഷൂട്ടിന് ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യും, ആർക്ക് വേണേലും ചെയ്യാം. ഈ പൂ തന്നെ ഞാൻ ഇനിയിപ്പോ എല്ലാ അമ്പലങ്ങളിലും കൊടുക്കും, നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ. പക്ഷെ ഇത് എന്നിട്ടും വിലസി തീരുന്നില്ല. ഇതിപ്പോ ഇത് തന്നെ ഒരാഴ്ച കഴിഞ്ഞ പൂവാ. പക്ഷെ അതിന്റെ കണ്ടോ, അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയത് ഇപ്പോഴാ. അപ്പോൾ അത്രയും നാളുകൊണ്ട് നിൽക്കുവോ. അതിന്റെ കൂടെ ബാക്കിയും കൂടെ വന്ന് ഇതൊരു പൂപ്പാടം പോലായി. ഇപ്പൊ നമ്മള് ഇത്രയും ഷൂട്ട് ചെയ്യാനൊക്കെ നമ്മൾ അവിടെ വണ്ടി ഓടിച്ചില്ലേ പോകുന്നത്. അതിന്റെ ഒരു ചുവട്ടിൽ തന്നെ എനിക്ക് തോന്നുന്നു 100 പൂവ് കൂടുതലൊക്കെ ഉണ്ട്. 100 പൊട്ടി കൂടുതലൊക്കെ തോന്നി. ഏകദേശം എത്ര കിലോയ്ക്കുള്ള പൂവ് കാണും ഇതിപ്പോ എങ്ങനെയായാലും ഒരു 10 കിലോയുടെ അടുത്ത് കാണും. ഇത്ര രീതിയിൽ തന്നെ വലിയൊരു ക്ഷേത്രത്തിലേക്കുള്ള പൂവിന് ഉണ്ട്. നമ്മളെല്ലാം കൊടുക്കുന്നുണ്ട്. തീരാൻ വേണ്ടി കാത്തിരിക്കുക. അതല്ലേ, നമ്മളിത് പറിക്കുന്നില്ല. എന്നിട്ടേ പറിക്കുന്നുള്ളൂ. 2-3 ദിവസത്തിനകം പറിക്കുക. ഇപ്പൊ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ പടം എടുക്കാൻ വേണ്ടി നമ്മൾ സ്വന്തമായിട്ട് എടുക്കും. അല്ല, ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും പടം എടുക്കാം 2 ദിവസത്തേക്ക്. ഉണങ്ങി പോകും. അല്ല, പറിക്കുമല്ലേ? അന്ന് പറിക്കുവോ. ഇനിയിപ്പോ പറിക്കുവോ. ഇപ്പൊ മഴ വന്നാലേ, മഴ ഇല്ലാത്തോണ്ടും കൂടാ അത്രയും പെർഫെക്റ്റ്. മഴ വന്നു കഴിഞ്ഞാൽ കൂടുതലായി കഴിഞ്ഞാൽ അതിന്റെ പൂ അഴുകുന്ന രീതി വരും. ഇതളിനകത്തോട്ട് വെള്ളം നിൽക്കുമ്പോഴേ അതിന്റെ ഈ ഭംഗി ഇത്രയും ഭംഗി വരത്തില്ല. പിന്നെ വെയിറ്റും കൂടി ഇതിങ്ങനെ മറിയുന്ന രീതിയിലൊക്കെ വരും. കൃഷി ഓഫീസിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വന്നായിരുന്നു കാണാൻ? കൃഷി ഓഫീസിൽ നിന്ന് അവര് കണ്ട് മൊത്തം അയച്ചു കൊടുത്ത എല്ലാവർക്കും സന്തോഷമായി. എന്ത് പറയുന്നത്? അവര് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ആര് വന്നാലും 2 ദിവസം കൂടി. 2 ദിവസം ഇവിടെ മാത്രമല്ലല്ലോ, അപ്പുറത്തും ഉണ്ടായിരുന്നു. ആദ്യം കിട്ടിയത് മറ്റേ ഓറഞ്ച് കളറും കൂടെ. പക്ഷെ അതിനകത്ത് കിട്ടിയ മഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു പൂ 1.5 പൂവായിരുന്നു. ഭയങ്കര പൂവായിരുന്നു. അല്ല, നമ്മളിനിപ്പോ ഈ വാഴയും കപ്പയും ഇതൊക്കെ മാറ്റി, ഈ റബ്ബറും ഒക്കെ മാറ്റിയിട്ട് ഇത് ചെയ്തോണ്ടല്ലോ ഗുണമെന്ന് പറഞ്ഞാൽ, ഇവിടെ മറ്റ് ചിത്രശലഭങ്ങളോ തേനീച്ചയോ ഒന്നും അധികം ഇല്ലായിരുന്നു. ഇപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഇഷ്ടം പോലെ തേനീച്ച, അങ്ങനെ സകലമാന ഇങ്ങനെയുള്ള ഈ ഓണമാകുമ്പം വരുന്ന ഓണത്തുമ്പി സകലതും എല്ലാം ഇവിടെ വന്ന് ഇതുപോലെ മണമുണ്ടല്ലേ. മണമുണ്ട്, നല്ല മണം. നമ്മൾ ഈ സന്ധ്യ സമയത്ത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതെല്ലാം പോയത്. അതുപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ടല്ലേ. ഇപ്പുറത്തെ ചെമ്പരത്തിയുടെ വെറൈറ്റി ഇനങ്ങൾ 20ഓളം വെറൈറ്റി നട്ടേക്കുക. ഹൈബ്രിഡ് സാധനം 20 രീതിയിലുള്ള പൂവ്. എല്ലാ ദിവസവും എല്ലാം പൂക്കത്തില്ല, ഓരോ ദിവസവും 2-3 ഒക്കെ വെച്ച് കിട്ടും. അതും ഇപ്പം നമ്മുടെ ഈ ദേവാലയത്തിന്റെ ഫ്രണ്ട് ഇപ്പൊ ഒരു പൂന്തോട്ടമാക്കി മാറ്റാനുള്ള പണിപ്പുരയിലാണ്. ചുമ്മാ ആക്കിയതാ. ഏതാ ദേവാലയം? അല്ല, നമ്മളെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷയ്ക്ക് അപ്പുറം. ഇത് ഒരുപാട് പറിച്ചതാ. ഓണത്തിന് ഇവിടെ അത്തം ഇടാ, അമ്പലത്തിൽ കൊടുക്കാൻ. അതിന്റെ ബാക്കിയല്ലേ. പക്ഷെ ഇത് ഇത്ര എന്തായാലും ഇവിടെ ഇങ്ങനെ ആദ്യമായിട്ടാ ഞാൻ കാണുന്നേ, നമ്മുടെ ഈ പൊടികാട്ടുവിളയില്. ഇതിപ്പോ ഒരു ചവിട്ടി 100 ഇവിടെ വന്ന് 100 എണ്ണം ഉള്ളത് നിൽക്കുക. ഇത് പിന്നെ അരുൺലാൽ ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്, അതോ ഇത് ഞാൻ ഒറ്റയ്ക്കാ നട്ടത്? എത്ര മൂടുണ്ടായിരുന്നു മൊത്തം? 170 എണ്ണമായിരുന്നു. 170 മൂടാ അല്ലേ? 170 എണ്ണായിരുന്നു ട്രേ. ഒരു ട്രേയിലാ കിട്ടിയേ. ഇനി നമുക്ക് അടുത്ത സീസൺ ഇത് എങ്ങനെയാ നടന്നേ?
അടുത്ത സീസൺ ഇതിന്റെ അരി ഉണക്കിയാലും നടാനൊക്കെ കിളിച്ചു വരും. പക്ഷെ സെയിം കിട്ടുമെന്ന് നട്ട് കഴിഞ്ഞിട്ട് അറിയാനൊക്കെ. പിന്നെ ഇത് വേറൊരു ഗുണമുണ്ട്, ഞാൻ അപ്പുറത്ത് നട്ട് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഇതിഞ്ഞ് മണ്ട വെട്ടിയെടുത്തേ നട്ടാ അതും ചെടിയാ. അങ്ങനെ അത് ഒരു കുഴപ്പമില്ല, പരീക്ഷണമാണ്. അല്ല ഇതിന്റെ മണ്ട വെട്ടിയാ നമ്മൾ ഇത് പ്രോസസ് ചെയ്യുന്നത് 28ാമത്തെ ദിവസം. ആ മണ്ട കളയണ്ട, അടുത്ത കുഴിച്ചു വെച്ചാൽ അതും കിളിക്കും, അതും പോവാ. അങ്ങനെയുണ്ട് ഇതിന്. ഇതെല്ലാം വെട്ടിയെടുത്ത് നട്ടാ ഇതാ അടുത്ത ചെടിയാ. ഇതിന്റെ വേര് കണ്ടോ, ഇതിന്റെ മൊത്തം വേരാ, ഇതിന്റെ മേളി വരെ വേരാ. ഏത് നട്ടാലും വേരിന്റെ ഒരുപാടുള്ളത് വേണം. ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചു, മൊത്തം വേരാ. ഇതിന്റെ പ്രത്യേകത ഇതാ, ഇത് എവിടെ വേണേലും നടാം, ഇതെല്ലാം ഫുൾ വേരാ. കണ്ടോ, ഈ വേരുള്ളതുകൊണ്ട് ഇത് എവിടെ വെച്ചാലും പിടിക്കുക. ഇത് വെട്ടി വെച്ചാൽ അടുത്തൊരു ചെടിയാ. ഈ മണ്ട മാത്രം വെട്ടി വെച്ചാലും അടുത്തൊരു ചെടിയാ. ഇത്രയും വെട്ടി വെച്ചാലും, ഈ പുതിയ മുട്ട് വെട്ടി വെച്ചാലും അടുത്ത ഒന്നും ഉണങ്ങി പോകത്തില്ല. അതായത് ഇതിന്റെ വേറൊരു ഗുണം. തമിഴ്നാട് അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്, ഇത് കൂടുതൽ ഉണ്ടാക്കുന്നത്. അല്ല, ഇത് വലിയ ഹൈറ്റ് ഒന്നും ഇല്ല, തമിഴ്നാട്ടിൽ നിൽക്കുന്ന അതേ ഉയരേ ഉള്ളൂ. അതാണ് ഇത് വളം ചെയ്താൽ ഇങ്ങനൊന്നും അല്ല. നമ്മൾ എന്തൊക്കെ വളമാണ് ചെയ്യുന്നത്? ഞാൻ ഇത് ചാണകം കലക്കി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മുകളിൽ പൊട്ടാഷ് സ്പ്രേ ചെയ്തിട്ടുണ്ട്. സ്പ്രേ വളം അത് വെറുതെ 10 ലിറ്റർ വെള്ളത്തിൽ 50 ഗ്രാം പോലും വേണ്ട. അത് നമുക്ക് ഇതൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ടോ ഇനി? ഇത് ആളുകൾക്ക് ഒത്തിരി പേര് ഇതിന്റെ ഉണങ്ങിയ പൂവ് ഒഴിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇത് കണ്ടോണ്ട് ആണല്ലേ, അതൊന്ന് കൊടുക്കണം എല്ലാവർക്കും. നമ്മുടെ പ്രേക്ഷകരൊക്കെ ചോദിച്ചാൽ അവർക്ക് എല്ലാവർക്കും കൊടുക്കാനുണ്ട്. പൂ ചോദിച്ചാ ഇപ്പൊ ഇല്ലല്ലേ, അടുത്ത സീസൺ നമ്മൾ പൂ ചോദിച്ചാൽ അടുത്ത സീസൺ. ഈ പൂ കേരളത്തിൽ ഇത് എല്ലാരും ഒരു സന്തോഷത്തിന് ചെയ്യാന്നേ ഉള്ളു. ഇതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ അത്തം ഇടുന്നിടത്തൊക്കെ കൊടുത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുക. തമിഴ്നാടാ ഇത് ബിസിനസ് ആയിട്ട് അവരെന്നും ഇവിടെ കൊടുക്കുന്നത്. നമുക്കിത് എന്നും കൊടുക്കാനും നോക്കത്തില്ല. അതുപോലെ കണ്ട അപ്പുറത്ത് കണ്ട കോളാമ്പി എന്ന് പറയുന്ന ചെടിയുണ്ട്. എല്ലാം ഭ്രാന്ത് പിടിച്ചാ പൂക്കുന്നത്. നമ്മൾ ഇതിന്റെ ഒരു കൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു വളക്കൂട്ടുണ്ട്. എല്ലാ വളങ്ങളും ഇട്ട് അതിനകത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കും. അതിനകത്ത് 10 ഇരട്ടി വെള്ളം ചേർത്തേ ഒഴിച്ചാൽ മതി. അതുകൊണ്ടും കൂടെ ഇത്രയും കൊലകുത്തി മറിയുന്നത്.